സോ ഈ വീഡിയോ നമ്മുടെ നേപ്പാൾ ട്രിപ്പിൻ്റെ ആദ്യത്തെ പാർട്ടാണ്. ഇതിൽ ഡേ 1, ഡേ 2 ബസ് യാത്ര, ഫുഡ് എല്ലാം മാത്രമല്ല ബഡ്ജറ്റ് എനിക്ക് ഇതുവരെ എത്ര ചിലവായി എന്നതുവരെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. സോ മാക്സിമം എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഗോരഖ്പൂർ സ്റ്റേഷനകത്ത് ഏതാനും നിമിഷങ്ങൾ മാത്രം. ഞാനാണെങ്കിൽ അയ്യപ്പനെ പോലെ 18-ാം പടി കയറി മുകളിലും എൻ്റെ ബാഗുകളാണെങ്കിൽ താഴെയും. വല്ലാത്തൊരവസ്ഥയായി പോയത്. അപ്പം പറഞ്ഞ ഇവരടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ഇവരെ കൂടെ പോകാൻ. അപ്പോൾ എനിക്ക് ഹിന്ദിയും കാര്യങ്ങളൊന്നും ഇവർ എൻ്റെ സ്റ്റേഷനിലാക്കി തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഇവരെന്തിനാണ് ഇങ്ങനെ ചിരിക്കണേന്ന്? വേറൊന്നുമല്ല, ഇവർ വട്ടത്തിരുന്ന് എന്നെ ഊക്കുന്നതാണ്. വേറൊന്നുമല്ല, 14,000 രൂപയ്ക്ക് എൻ്റെ ട്രിപ്പ് എന്നുള്ള പ്ലാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പം അവർക്കങ്ങ് ദഹിച്ചില്ല. അങ്ങനെ ഒരു 3-3:30 ആയപ്പം ഗോരഖ്പൂർ സ്റ്റേഷൻ എത്തി. എൻ്റെ ബാഗും സാധനങ്ങളും എടുക്കാനുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ദാദയുടെ വാക്ക് കേട്ട് ഞാനും അവരോട് അങ്ങ് കൂടി. കാരണം എനിക്കിവിടെ പോകാനുള്ള വഴി അറിഞ്ഞൂടല്ലോ. ട്രെയിൻ ഇറങ്ങി തിരുവനന്തപുരം തൊട്ട് എൻ്റെ കൂടെ കമ്പനി ആയിട്ടുള്ള ദാദയ്ക്ക് ഒരു ടാറ്റയും കൊടുത്ത് ഞാൻ അവരോട് അങ്ങ് യാത്രയായി. After 2 days of miserable experience in train, I reached Gorakhpur station. ചാർജ് ആയെന്ന് അപ്പോഴും പറഞ്ഞെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തിളപ്പൊക്കെ അങ്ങ് മാറി കിട്ടി. ചാർജ് ഓഫായി ചാർജ് ഡെഡായി. അയ്യോ, ഒരു ബാഗ്, 2 ബാഗ് വിത്ത് ടെൻറ്റ്. കുഴപ്പമില്ല, ഇങ്ങനെയല്ലേ പഠിക്കണം. ഓക്കെ, ഇനി ബസ് സ്റ്റേഷനിലോട്ട് പോകണം. അവിടെ പോയിട്ട് ബാക്കി. ദ വേർഡ്സ് ഓഫ് ദാറ്റ് ദാദ ഹി സെഡ് ഓൺലി ഒരു 200 മീറ്റർ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് നടക്കാം. കുറച്ച് പൈസ വേണം. എന്തിനാണ് ഫുഡ് നമ്മൾ ലഭിച്ചു പിന്നെയാണിത്. സോ എനിക്കിപ്പം 2 പേരെയും കൂടെ കിട്ടിയിരിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ. ഇപ്പം നേപ്പാളിൽ പോകുന്നെങ്കിൽ ഗോരഖ്പൂർ ഇറങ്ങി നിങ്ങളുടെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം അത്രയ്ക്ക് സേഫായിട്ട് നോക്കണം. കാരണം ഒരുപാട് സ്കേമേഴ്സും പോക്കറ്റ് അടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. സോ ബി സേഫ്. എപ്പോഴും ഒരു മനസ്സിലല്ലോ ആ ഒരു രീതിയിൽ നടന്നാൽ മതി. ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. ഈ പറഞ്ഞ ഞാനാണ് ആരെന്ന് പോലും അറിഞ്ഞുകൂടാത്ത 2 ഫാമിലിയുടെ കൂടെ പോണത്. How much time does it take to reach Sonali bottom? No idea. പിന്നെ നിങ്ങൾ കാണാൻ വേണം മാർക്കറ്റിങ്ങിൻ്റെ അങ്ങേയറ്റം. നിങ്ങൾ അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ പല ആൾക്കാരും വന്ന് വിളിച്ചുകൊണ്ട് പോകും. കൂടെ പോയാൽ അവന്മാർ പലതും വെട്ടിവെക്കും. പലതും ഈ 2 സൈഡിലും ഒരുപാട് കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് സ്കാമും കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഹിന്ദി അറിയാമെങ്കിൽ ഓക്കെ, യു ഡീൽ വിത്ത് ഇറ്റ്. ബട്ട് എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. അപ്പോൾ ഒന്ന് ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. ചായ അവർ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു 14,000 രൂപയുടെ ബഡ്ജറ്റൊക്കെ പറഞ്ഞപ്പോൾ ചായ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഒക്കെ മേടിച്ചെന്നാലും എന്നെ ഊക്കിയത് ഞാൻ മറക്കൂല. എല്ലാവരും കൂടെ വട്ടത്തിരുന്നു. എനിക്ക് മനസ്സിലായില്ലെന്നങ്ങ് പറയല്ലേ, എനിക്ക് മനസ്സിലായി. എന്നെ ഊക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇത്രയും ബാഗ് തൂക്കിക്കൊണ്ട് നടത്തിയായിരുന്നു. ബസ് തേടിയുള്ള നടത്തം. അറ്റ് ലാസ്റ്റ് നമുക്ക് ഉള്ള ബസ് കിട്ടി. അങ്ങനെ ബസ്സിൻ്റെ അകത്ത് സാധനങ്ങളെല്ലാം വെച്ച് ചേട്ടനും ചേട്ടിക്ക് ഒരു ടാറ്റയും കൊടുത്ത് നമ്മൾ യാത്രയായി. ഐ ആം ലോക്ക്ഡ് ഗൈസ്, ഐ ആം ലോക്ക്ഡ്. അത് കഴിഞ്ഞ് യാത്രകളായിരുന്നു. അതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനൊക്കെ നിർത്തി. എന്നാലും കുറേ നേരം കഴിഞ്ഞ് ഇതാ ഈ മച്ചാനെ പരിചയപ്പെട്ടു. From our side, there lots of small dabas. Yes. Tattagada. अच्छा, you call it Kerala. Tattagada. Kerala. Kerala. Tattagada. But here is called dhaba. Called dhaba. Called dhaba. Yes. From our place, they are called Tattagada. Oh. അങ്ങനെ ഒരു 7-7:30 ആയപ്പം സൊണാലി ബോർഡർ എത്തി. ഇനിയുള്ളത് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കും. സോ ഗൈസ്, നമ്മൾ ഒരു 7:15 ആയപ്പം സൊണാലി എത്തിയിരിക്കുന്നു. ഇനി നേരെ ബോർഡറിലോട്ട് പോവാം. എത്രത്തോളം ക്ലിയർ ആയിട്ട് ഫുട്ടേജ് കാര്യങ്ങൾ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. രാത്രി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും മാക്സിമം നോക്കാം. ഗൈസ്, അങ്ങനെ ബോർഡർ എത്തിയിരിക്കുന്നു. പക്ഷേ ബോർഡറല്ല, ബസ് സ്റ്റാൻഡ് വേണ്ട. അപ്പോൾ ഇത് നേരെ ബോർഡറിലോട്ട്. എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഉണ്ടല്ലോ, കാരണം ആദ്യമായിട്ട്
ഇന്ത്യ ബോർഡർ കടന്നൊരു രാജ്യത്ത് പോവുകയാണ്. നമ്മളെ തൊട്ടടുത്തുള്ളതാണെങ്കിലും വിസയൊന്നും വേണ്ടെങ്കിലും ഈ മൊമെന്റ് അത്രത്തോളം സ്പെഷ്യലാണ് എനിക്ക്. സീരിയസ്ലി എത്രത്തോളം സ്പെഷ്യലാണ് എനിക്ക്. എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അത് എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. എൻ്റെ ലൈഫിലാദ്യമാണ് ഇന്ത്യ അടുത്തൊരു ഫീലിംഗ്. ഐ ആം ടു മച്ച് എക്സൈറ്റഡ്. എന്തായാലും ബോർഡർ എത്തിയിട്ട് നോക്കാം. ഇവിടുത്തെ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എക്സൈറ്റ്മെൻ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് പറയാനുള്ളതെന്ന് പറയാം. അപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ നോക്കാൻ. വേറെ ആരും കാണില്ല, ഒറ്റയ്ക്കായിരിക്കും. മാത്രമല്ല നമ്മളെ സാധനങ്ങൾ നമ്മൾ തന്നെ നോക്കേണ്ടി വരും. അമ്മാതിരി സംഭവങ്ങളുടെ ഇവിടെയൊക്കെ നടക്കണത്. അത് കഴിഞ്ഞ് ഞാൻ പോയത് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനാണ്. നമുക്ക് ഏറ്റവും ട്രിപ്പിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. नेपाली करेंसी लगेगा, इंडिया करेंसी चेंज हो जाता है, मनी ट्रांसफर होता है ना, मनी ट्रांसफर होता है, तो आपको चेंज करना होगा तो चेंज करा सकते हैं. आपको पर डिपेंड है, हमारा बिजनेस है, बिजनेस के तौर पर करते हैं. नेपाल करेंसी हमको बिजनेस करेंसी में इंडियन करेंसी में हमको चेंज करना पड़ता है. नेपाली करेंसी आपको दे देंगे, इंडियन करेंसी ले लेंगे. बिजनेस സത്യം പറയല് ഗൈസ്, എനിക്കതിൽ ഇന്ത്യൻ കറൻസി നേപ്പാൾ കറൻസി എന്ന് പറഞ്ഞതല്ലാതെ വേറെ ഒന്നും മനസ്സിലായില്ല. നമ്മളിപ്പം 10,000 ഇന്ത്യൻ മണി 10,000 കൊടുത്ത് 16,000 ആക്കാൻ പോവുകയാണ്. 500, 100. കറൻസി ചെയ്ത് ബായിക്ക് 2 ഇടിയും കൊടുത്ത് നമ്മളങ്ങനെ യാത്ര ഇറങ്ങി ടുവേർഡ്സ് ദ ബോർഡർ. അങ്ങനെ നമ്മളെ ഇന്ത്യൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് നേപ്പാൾ കറൻസിയിലോട്ട് ആക്കിയിട്ടുണ്ട്. നമ്മൾ സ്ട്രൈറ്റ് വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ഇനി തൊട്ട് കുറച്ച് മോട്ടിവേഷൻ ബിജെപിന്റെ ആവശ്യമുണ്ട്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ പരിസര ബോധം വരെ കളഞ്ഞേ. അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിപ്പോയി. ഗൈസ്, ഇന്ത്യ കടക്കാൻ വേറെ ഒരു 50 മീറ്ററും കൂടെ, വെറും ഒരു 50 മീറ്ററും കൂടെ. ഗൈസ്, എൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കാൻ പോണത്. ഗൈസ്, അങ്ങനെ ബൈ ബൈ. അയ്യോ, ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എൻ്റെ ഐഡിയയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നമ്മൾ വെരിഫൈ ചെയ്ത് അങ്ങോട്ട് കയറി. ഇനിയുള്ളതാണ് നിങ്ങൾ കാണേണ്ടത്. ഇന്ത്യ ബോർഡർ കടന്നിരിക്കുന്നു. ഇന്ത്യ ബോർഡർ ടുവേർഡ്സ് ടു നേപ്പാൾ. കറന്റ്ലി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇതാ എൻ്റെ ഈ പിറകെ കാണുന്നത് ഇന്ത്യ, ഇനിതാ ഇവിടെ കാണുന്നത് നേപ്പാൾ. ഞാൻ ഇപ്പോൾ ഉള്ളത് രണ്ടിന്റെ കറക്റ്റ് നടക്ക്, നേപ്പാൾ ഇന്ത്യ. സത്യം പറയാല് ഗൈസ്, ഇതൊക്കെ അത്രയ്ക്ക് ആഗ്രഹിച്ചൊരു സംഭവമാണ്. നേപ്പാൾ 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 നേപ്പാൾ. അയ്യോ, ഞാൻ കറന്റ്ലി അറ്റ് നേപ്പാൾ. നേപ്പാൾ ബോർഡർ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ രാജ്യം വിട്ടു. എൻ്റെ രാജ്യത്തിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് വന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ മതിയായിരുന്നു. ഇപ്പോഴും നിങ്ങളെ എല്ലാം എന്നോട് ഉണ്ടാവണം, പ്രാർത്ഥനയും സപ്പോർട്ടും. അപ്പോൾ ബാക്കി ഇനി നമുക്ക് കാഠ്മണ്ഡു എത്തിയിട്ട് ഇവിടെ നിന്ന് ഇനി ബസ് പിടിക്കണം. അതിനു മുമ്പ് സിം എടുക്കണം, അതാണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ ഈ സിം എടുക്കാം. അപ്പോൾ കാഠ്മണ്ഡുവിലോട്ട് ബസ് കയറാൻ പോവുകയാണ്. നേപ്പാൾ കറൻസി 1200 ആണ് ആവുന്നത്. സിം എടുക്കാം. ഇന്ത്യ കടന്ന് നേപ്പാളത്തെ ഏത് പെട്ടിക്കടയിലും നമുക്ക് സിമ്മ് കിട്ടും. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. അങ്ങനെ ഇവിടെ നിന്ന് സിമ്മും എടുത്ത് നമുക്ക് കയറാനുള്ള ബസ്സിലും കയറി എന്നും കിട്ടുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വീഡിയോയുടെ അവസാനം വരുന്നതായിരിക്കും. പിന്നെ നേരെ റൂം എത്തിയിട്ട് ഓക്കെ ബൈ. സോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ 5 ദിവസത്തെ ട്രെയിൻ യാത്രയും ബസ് യാത്രയും ഒക്കെ മൂഷിഞ്ഞ് വലഞ്ഞ അവസ്ഥ എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് റൂമിലിരിക്കും. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ് ഇപ്പോൾ. കുറേ, അതായത് ഇപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഏകദേശം 4 ദിവസമായി. 4 ദിവസം പല്ല് തേച്ചിട്ടും അതേപോലെ.
ട്രെയിനിൻ്റെ വാഷ്പീസിന് അതിലെങ്ങും പുറത്തൊക്കെ പല്ല് കഴിക്കാൻ നിന്ന് പിന്നെ ജീവിതകാലം മുഴുവൻ പറ്റിയേക്കില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പക്ഷേ ഈ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒന്നാമത് പറയാനുള്ളതെന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ ആൾക്കാർ. നമ്മളിപ്പം ഒരാൾ ഫസ്റ്റ് കാണുമ്പോൾ ഇമ്പ്രഷൻ അടിക്കില്ല നമുക്ക്, ഇപ്പോൾ ശരിയല്ല. പക്ഷേ അതൊക്കെ മാറ്റി വരച്ചുകൊണ്ടായിരുന്നു പിന്നെ ഉള്ളതല്ല. അതായത് ശരിക്കും സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സോളോ ട്രിപ്പല്ല. നമുക്കിങ്ങനെ വഴിയിൽ നിന്ന് കുറേ ആൾക്കാർ പരിചയപ്പെടും, പിന്നെ അവരിൽ നിന്ന് വേറെ ആൾക്കാരെ പരിചയപ്പെടും, അത് കഴിഞ്ഞ് ബസ്സിൽ കയറാൻ നേരത്തെ വേറെ ആൾക്കാരെ പരിചയപ്പെടും, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിലൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരെയും പോസിറ്റീവായിട്ട് പറയുന്നില്ല, കുറച്ച് ആൾക്കാരൊക്കെ നെഗറ്റീവായിട്ട് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഞാൻ എൻ്റെ യാത്രയെ പറ്റി പറഞ്ഞു. ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിൻ കയറിയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. അവിടെ റെയിൽവേയുടെ കൃത്യനിഷ്ഠ കാരണം നമ്മൾ കറക്റ്റ് ടൈമിനേക്കാൾ 1.5 മണിക്കൂർ മുമ്പേ എത്തി. എവിടെ? ഗോരഖ്പൂറെത്തി. അവിടെ നിന്ന് ആ ഗോരഖ്പൂരിലുള്ള ട്രെയിൻ യാത്രയിൽ കുറച്ച് നല്ല മനുഷ്യരെ കിട്ടി. കുറച്ച് നല്ല മനുഷ്യരെന്ന് തന്നെ പറയാം. അതായത് ഇപ്പോൾ ഗോരഖ്പൂരിൽ ഇങ്ങനെയൊക്കെ സ്കാം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, പോക്കറ്റ് അടിയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ നോക്കിയാലും ഇപ്പോൾ എൻ്റെ വീഡിയോ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, അതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ, അതായത് ഞാൻ ഇത്രയും ബഡ്ജറ്റാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് അവർ എന്നെ വേറെ ആളെ കയ്യിൽ സേഫായിട്ട് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കി തന്നത്. അതൊക്കെ റിയലി ഒരു ഗുഡ് ഇമേജ് എൻ്റെ മൈൻഡിൽ ഉണ്ടായി, സീരിയസ്ലി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോരഖ്പൂരിൽ നിന്ന് സൊണാലിയിലോട്ട് ബസ് കയറി കുറേ നേരം ഞാൻ ഇങ്ങനെ മിണ്ടായിരുന്നു, വെറുതെ ഒന്നുമില്ല, ആരുടെ സംസാരിക്കാൻ. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പം ഒരു ചേട്ടന് സീറ്റില്ലാതെ എൻ്റെ സൈഡിൽ വന്നു. അപ്പോൾ അങ്ങേരി ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു. ആദ്യം ഇപ്പം ഇവിടെ നേപ്പാൾ കണ്ടിട്ട് നിങ്ങൾ ഇനി ഇവിടെ പോകണം, വാരണാസി പോകണം, സച്ച് എ പീസ്ഫുൾ പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ മസ്റ്റ് വിസിറ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ടായി. മാത്രമല്ല മലയാള സിനിമകൾ കാണുന്ന ആളാണ്, മോഹൻലാൽ ഫാനാണ്, അങ്ങനെയൊക്കെ. പക്ഷേ അത് കഴിഞ്ഞ് സൊണാലിയിൽ നിന്ന് ഞാൻ കാഠ്മണ്ഡുവിലോട്ട് ബസ് കയറി. ആദ്യം ഒരു സ്ഥലത്ത് നിന്നിരുന്നു. അതായത് അത്ര എൻ്റെ മൈൻഡിൽ അമ്മാതിരി എക്സൈറ്റ്മെന്റ് ഇരിക്കുന്നു. ബോർഡർ കഴിഞ്ഞ എക്സൈറ്റ്മെന്റ് മാത്രമല്ല, ഇന്ത്യ വിട്ട് വേറൊരു രാജ്യത്ത് പോണ എക്സൈറ്റ്മെന്റ്. എല്ലാവർക്കും പറഞ്ഞില്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാണ്. അങ്ങനെ അത്രയും എക്സൈറ്റ്മെന്റ് ആയിട്ടിരുന്ന് ഞാൻ ഒരു എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയുമ്പം ഞാൻ ഫസ്റ്റ് കണ്ട ആളെ തന്നെ, അതായത് ഒരു ട്രാവൽ ഏജൻസിക്കാരൻ, അവരുടെ അടുത്ത് തന്നെ എനിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്, അവിടെ ആ കാര്യങ്ങളെല്ലാം. അപ്പോൾ അവർക്ക് ഇങ്ങനെ കഴിഞ്ഞ് ഞാൻ ആദ്യം എൻ്റെ സൈഡിൽ കൊണ്ടിരുത്തി. അവിടെ കൊണ്ടിരുത്തിയിട്ട് ഞാൻ ഒന്നാമതിരി കംഫർട്ടബിൾ ആയിരുന്നു. കുഷൻ സീറ്റ്, AC, ഫാന്, അയ്യോ അങ്ങനെ കുറേ ആയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് സീറ്റ് മാറി ബാക്കിൽ പോയിരിക്കാൻ പറഞ്ഞു. അതായത് അവിടെ സീറ്റ് ബുക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പോയിരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോയിരുന്നു. ഇരുന്നപ്പോഴാണ് എവിടെ നിന്ന് വന്നേണമെന്ന് അറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ ഭാഷയും മനസ്സിലാവില്ല, ഇതുവരെ ഒന്നും മനസ്സിലാവില്ല. അത് ആദ്യം ഒരു 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ഒരു അപ്പൂപ്പൻ്റെ പ്രായമുള്ള ആളാണ്. നിങ്ങൾ ആരായിട്ട് സങ്കല്പിക്കണമെന്ന് അറിയാമോ? സ്ക്വിഡ് ഗെയിമിലെ മറ്റേ സെക്കൻഡ് സീസണിലെ മറ്റേ കിളവൻ മനസ്സിലായി? 3rd സീസണിൽ കിളവൻ, മറ്റേ ആ കിളവനുണ്ടല്ലോ, അങ്ങേരായിട്ട് സങ്കല്പിച്ചോളാം. പിന്നെ രണ്ടാമത്തത് നമ്മളാ ഫാലിമി സിനിമയിലെ പപ്പു ഗോവാർ ഉണ്ടല്ലോ, മറ്റേ ആ സ്കാമർ. കറക്റ്റ് അങ്ങേരെ ഒരു അച്ചെട്ട് വെച്ചേക്കുന്ന അതാണ് എനിക്ക്. എൻ്റെ അടുത്ത് വന്നിരുന്ന ആദ്യം ഒന്നും ചെയ്യില്ല. ഞാൻ വിചാരിച്ച് കമ്പനി ആവാന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചാർജർ കൊടുത്തു. അത് കഴിഞ്ഞ് ചാർജ് കുത്തി കൊടുത്തു. എന്നിട്ട് ശരി വള്ളിയാണെന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അത്യാവശ്യം ഡിസ്റ്റൻസ് ഇട്ട് തുടങ്ങി. ഉപ്പൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഉപ്പൻ്റെ കാര്യം പറഞ്ഞു. അങ്ങേര് ഞാൻ അടുത്ത് നിന്നിരുന്നു. നോക്കിയപ്പോൾ പോക്കറ്റിൽ ഒരു ബെക്കാടി ചെറിയ മിനി ബോട്ടിൽ. അതിരുന്ന് അടി പൂക്കുറ്റി അടിച്ച് തെറിച്ചിരിക്കണം. അങ്ങനെ ഗുജറാത്തി എന്തൊക്കെ ഭാഷയിൽ എൻ്റെ അടുത്തും തോന്നിക്കേ പറയുന്നത് ഞാൻ അടിച്ചിരിക്കുന്നു. അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ബസ്സിൽ ഒരു നല്ലൊരു വീഡിയോ എടുക്കാനുള്ള നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴെൻ്റെ മൈൻഡിൽ വിചാരിച്ചു വേറെ ആയാലും ബസ്സിൽ കയറിയാൽ മതിയായിരുന്നു എന്ന്. സീരിയസ്ലി നിങ്ങളിനി നേപ്പാളിൽ വരണമെങ്കിൽ, അതായത് കാഠ്മണ്ഡുവിലോട്ട് വരുന്നെങ്കിൽ
മുംബൈ സീറ്റ് ബുക്ക് ചെയ്തിട്ടോ തന്നെയാണ് പറയാം. ഒരിക്കലും സീരിയസ്ലി പറയുന്നത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് ബാക്ക് സീറ്റ് എടുക്കുന്നത്. ബാക്കിൽ ആ 3 റോ എടുക്കുന്നത്. സഹിക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മറ്റേ പപ്പുകുമാറിൻ്റെ അവിടെ ഒരു ചോട്ടാ പപ്പുകുമാറും ഉണ്ടായിരുന്നു. ഞാൻ ബെടാ പപ്പുകുമാറിനെ പറ്റി പറയാം. അങ്ങനെ അതേ കണ്ട് പവർ ബാങ്ക് വെച്ചു ഞാൻ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശംഭു ആണോ, ശംഭു കൈ ഇങ്ങനെ ഇട്ട് തിരുവിയിട്ടൊക്കെ ഇങ്ങനെ വെച്ച് വേണ്ടാന്ന് പറഞ്ഞു. അത് എനിക്ക് ഇങ്ങനെ ഞാൻ അത്യാവശ്യം ഉറങ്ങാനായിട്ട് കിടന്നു. അത് എന്നെ വിളിച്ചിട്ട് വൈഫൈ എന്നിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് പവർ ബാങ്ക് എനിക്കാണെങ്കിൽ തള്ളേ എങ്ങനെ വന്നെന്നറിയാമോ. ഞാനൊക്കെ അടിച്ചു പിടിച്ചിരുന്നു രാത്രി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കഴിക്കാൻ കൊണ്ടുവത്തി. അവിടെയാണെങ്കിൽ അവിടെ ആഹാരത്തിനെ കാട്ടി കൂടുതലുള്ളത് ഈ ബെക്കാടിയുടെ മിനി ബോട്ടിൽ, പിന്നെ ഓൾഡ് ബങ്കിന്റെ മിനി ബോട്ടിൽ, അതൊക്കെയാണ്. യോമാര് നോക്കിയപ്പോൾ അതെല്ലാം 100 രൂപ 110 രൂപ. നേപ്പാളി പൈസ 100 രൂപ 110 രൂപയുള്ളൂ. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇത് നോക്കിയപ്പോൾ യുവമാർക്ക് എന്തോന്ന് മറ്റേ ഈ കുറഞ്ഞ പൈസക്ക് മീൻ കിട്ടിയതുപോലെയായിരുന്നു. മറ്റേ വാരി ഇങ്ങനെ ചാക്കിലോട്ടുണ്ട്. അതാ ബസ്സിലിരുന്ന് അടിയും കൂടെ അടിച്ചിട്ട് ഉറങ്ങുമോ അതുമില്ല. എന്തിനാണെന്ന് തോന്നുന്നു, ഒന്നും ഏക്കടില്ല തോന്നുന്നു. സീരിയസ്ലി എനിക്ക് ഞാൻ പിന്നെ മറ്റേ ഹെഡ്സെറ്റൊക്കെ വെച്ച് അതാ കുറച്ചെത്തിയപ്പോൾ റേഞ്ചും കട്ടായി. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു 6 മണിയൊക്കെ ആയപ്പം എണീച്ച്. അത് കുറച്ച് നേരം കണ്ട് ഇറങ്ങിയുള്ളൂ. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കണ്ട് ഇറങ്ങിയുള്ളൂ. അടുത്തിരുന്ന് അവന്മാരെ ഉറങ്ങാൻ സമ്മതിച്ചാലല്ലേ. ബാക്കിൽ നോക്കണം ഇങ്ങനെ പിടിക്കണം. അടുത്തിരുന്ന് മറ്റേ ഇതൊരു ശംഭു തിരുവീറ്റ് പവർ ബാങ്ക് ചാർജർ വൈഫൈ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണം. ബാക്കിൽ അങ്ങേര് സായി സബ്സ്ക്രൈബ് യുവർ ചാനൽ പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ തോന്നിയോ യോമാരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. യൂട്യൂബർ ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ഇടുന്നത് പറയേണ്ടിയിരുന്നു എന്ന് വരെ തോന്നി പോയി. കൊള്ള സീരിയസ് ആയിട്ട് പറയണം. അപ്പോൾ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ വരുത്താതിരിക്കാൻ നോക്കണം. അതായത് സീരിയസ്ലി പെട്ടു. നമ്മളെ ട്രിപ്പ് തന്നെ സ്പോയിലായി പോകും. പക്ഷേ ഇതൊക്കെ ഓരോരോ എക്സ്പീരിയൻസുകളാണ്. അത് പലർക്കും പല ഇതാണല്ലോ. പിന്നെ ഉള്ളത് ഒരു 6 മണിയൊക്കെ ആയപ്പം ബസ് കൊണ്ട് ഒന്ന് വാഷ്റൂമിൽ പോകാനായിട്ട് നിർത്തി. അപ്പോഴും നിർത്തിയത് ഞാൻ ഒന്ന് എണീച്ച് നോക്കിയതാണ്. എൻ്റെ പൊന്ന് കായ്സ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉറക്കം എണീച്ചിട്ട് ഇങ്ങനെ ഒരു മൊമെന്റ് ഞാൻ കണ്ടിട്ടില്ല. സീരിയസ്ലി. അതായത് മറ്റേ ഏത് സിനിമ, ആനന്ദ സിനിമയിൽ ഒരു സൺറൈസ് ഒക്കെ കാണുമെന്ന് പറയില്ലേ, അതേപോലത്തെ ഡയലോഗിൽ ഞാൻ നോക്കിയപ്പോൾ ഫുള്ള് മഞ്ഞ്, അതിൻ്റെ നടുക്ക് മലകൾ, കാട്, ഒരു കാം ഫീലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഉള്ള പണിയെന്ന് വെച്ചാൽ പോയി റൂം കണ്ടുപിടിക്കണം. അയ്യോ, പക്ഷേ ഇതൊക്കെ ഒരു എപ്പോഴും പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിതാ ഇവിടെയാണ് ഹോട്ടൽ വാലി. റൂമാണെങ്കിൽ ഏറ്റവും വലിയ കോമഡി. റൂം 1200 രൂപയാണ്. മുഴുവൻ കാണാൻ പറ്റില്ല. ഇന്ത്യൻ റുപ്പി about 50 to 750 അടുപ്പിച്ച് വരുമെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നൊരു ദിവസത്തേക്കില്ലേ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമായിരുന്നു. കാരണം ട്രെയിനിലും ബസ്സിലുമായിട്ട് ബസ്സിലൊക്കെ എൻ്റെ ബാഗ് ഇത്രയും ഒരു 10-12 കിലോ വരുന്ന ബാഗ് എൻ്റെ മടിയിലാണ്. എൻ്റെ കാലം അനക്കാൻ വയ്യ. അതായത് ഒരു 10-12 മണിക്കൂറോളം ആ ബാഗ് എൻ്റെ മടിയിലായിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് റെസ്റ്റ് എടുത്തേ പറ്റുള്ളായിരുന്നു. ഇന്ന് വൈകുന്നേരം ഞാൻ എന്തായാലും പുറത്തിറങ്ങണം എന്നുള്ള തീരുമാനം എടുത്തായിരുന്നു. അതിനിടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു, ഇതേപോലെ ഇത് എടുക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ റൂമെടുത്ത് ഒന്ന് ഫ്രഷായി ഇങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വൈകുന്നേരം ഒന്ന് ഇവിടെ നൈറ്റ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ പോകും. അതെനിക്ക് പബ്ബിൽ പോകണമെന്നുണ്ട്. അതാണ് ഇങ്ങനെ ആലോചിക്കണത്, വേണോ വേണ്ടേ. എന്തായാലും അത് നോക്കാം. ഇപ്പം ബാക്കിയുള്ളതെല്ലാം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ബൈ. ഫസ്റ്റ് ഡേ ആയ എമൗണ്ട് എന്ന് പറയണത് 60 രൂപയാണ്. 60 രൂപ കണ്ടേ. വെള്ളം, പിന്നെ അന്ന് രാത്രി ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ 20 + 50 130 ആയപ്പം 2 ദിവസമായപ്പം. തേർഡ് ഡേ നമ്മളൊന്നും കഴിച്ചില്ല. അന്ന് വൈകുന്നേരം ഇവിടെ കാഠ്മണ്ഡുവിൽ നിന്ന് ബസ് കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ അന്നൊരു 160 രൂപ ഡാലും എല്ലാം കൂടെ. അപ്പോൾ നമുക്ക് 3 ദിവസത്തേക്ക് ആയത് 290 രൂപയാണ് ആയത് ഗൈസ്. അപ്പോൾ ഞാൻ മാക്സിമം ചിലവ് ചുരുക്കിയാണ് നിന്നത്. അല്ലാതെ ഇത് കുറച്ചും കൂടെ കൂടും. പിന്നെ ബ്രെഡും ജാമും എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ആകെ 3 ദിവസത്തേക്ക് ആയത്. ഫുൾ ട്രാവൽ എക്സ്പെൻസ് കൂട്ടാതെ
ഫുഡിന് മാത്രം ആയത് 290. ട്രാവൽ എക്സ്പെൻസും കൂടെ കൂട്ടണമെങ്കിൽ 1500 + 150 ടോട്ടൽ ഒരു 2000 അടുപ്പിച്ചായി. എനിക്ക് ആദ്യത്തെ ഒരു 4 ദിവസം ട്രാവൽ എക്സ്പെൻസ് ഫുഡും എല്ലാം കൂടെ.